വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ കാണിക്കുന്നത് ഈ മേക്കപ്പ് പൗച്ചിൽ എന്തൊക്കെയുണ്ടെന്നാണ്. ഇതൊന്നും എവിടെയും കൊണ്ടു കിടക്കുന്ന സാധനമല്ല. എനിക്ക് പോകുന്ന അടുത്ത് ഒരുങ്ങണം എന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല, എല്ലാം കൂടെ വലിച്ചു വരിട്ടിട്ടുണ്ട്. തപ്പിപ്പരതിയാണ് എടുക്കാറ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇതൊരു നോർമൽ സാധാരണ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു പൗച്ചാണ്. രാമചന്ദ്രൻ്റെ ലെറ്റർ വാങ്ങിയിട്ടുള്ളത്, അവിടെ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു സാധാരണ പൗച്ചാണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പൗച്ചോ ബ്രാൻഡഡോ ഒന്നുമല്ല. ഒരു 200-നകത്ത് വരുന്ന ഒരു പൗച്ചാണ് കേട്ടോ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊള്ളും. ഞാൻ ഇതിൻ്റെ അകത്ത് മാക്സിമം എനിക്ക് വേണ്ടതൊക്കെ എടുത്തിട്ടുണ്ട്. എടുക്കുമ്പോഴത്തേക്കും ഓർഡറിലല്ല വരുന്നത്, പലതും പല ടൈമിൽ വരും. ഓക്കെ, തുറക്കുമ്പോഴത്തേക്കും നിറഞ്ഞ് കവിഞ്ഞാന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് കിട്ടിയത് മെബിലിൻ കൊളോസലിന്റെ കാജലാണ്. ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ സമയം കൂടെ എടുക്കും. നെക്സ്റ്റ് ഒരു ലിപ്സ്റ്റിക് ആണ്, റെഡ് ഷെയ്ഡാണ്. മെബിലിൻ്റെ ആണ് കേട്ടോ ഇത്. റിച്ച് റൂബി എന്ന ഷെയ്ഡാണ്. ഒരു ന്യൂഡ് ഒരു റെഡും വെച്ചിട്ടുണ്ട് ഞാൻ. നെക്സ്റ്റ് മൈഗ്ലാമിന്റെ ബനാന പൗഡർ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ബനാന പൗഡർ നോർമലി കിട്ടുന്ന പോലെ ഭയങ്കര യെല്ലോ ടിന്റ് അല്ല, എങ്കിലും ഒരു വാം അണ്ടർടോൺ വരുന്ന ഒരു പൗഡറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അണ്ടർ ആം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനൊക്കെ യൂസ്ഫുൾ ആണ്. പക്ഷെ ഇത് എല്ലാ സ്കിൻ ടോണിനും ചേരത്തില്ല. നെക്സ്റ്റ് മൈഗ്ലാമിന്റെ ചിസിൽ കിറ്റ് ആണ്. ഈ പാലറ്റ് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതിനകത്തുള്ള ബ്രോൺസർ ഉണ്ടോ, ഒത്തിരി ഞാൻ യൂസ് ചെയ്ത് ആയതല്ല, ഇടയ്ക്ക് കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു. മീൻസ് തറയിൽ വീഴുന്നപ്പോഴത്തേക്കും കുറച്ച് ഭാഗം ഇളകിപ്പോയി. എനിക്ക് ഈ പാലറ്റ് നല്ല ഇഷ്ടമാണ്, കാരണം ഇത് ഓവറായിട്ട് വരത്തില്ല, നല്ലൊരു നാച്ചുറൽ ലുക്ക് വരും. അതുകൊണ്ട് പിന്നെ എനിക്കിതിന്റെ ബ്രോൺസറിന്റെ ഷെയ്ഡ് കറക്റ്റ് പക്കയാണ്. അതുകൂടെ ആയതുകൊണ്ടും പിന്നെ ബ്രോൺസർ ആയാലും എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഇതിന്റെ ഹൈലൈറ്റർ അത്ര ഒരു എഫക്റ്റീവ് അല്ല, ഒരു സട്ടിൽ ആയിട്ടുള്ള ഹൈലൈറ്റിംഗ് എഫക്റ്റ് ആണ് തരുന്നത്. നെക്സ്റ്റ് കുറച്ച് ബ്രഷ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഫൗണ്ടേഷന്, ഇത് ബ്രോൺസറിന്, ഇത് ബ്ലഷിന്, ഇത് കൺസീലറിന്, ഇത് ഹൈലൈറ്ററിന്, ഇത് ഐ ഷാഡോയ്ക്ക്. ഞാൻ മാക്സിമം ഒക്കെ എടുത്തിട്ടുണ്ട്. മീൻസ് ഓരോന്നിനും എടുത്തിട്ടുണ്ടെങ്കിലും ഒരുപാട് എടുത്തിട്ടില്ല. ഐ ഷാഡോ ഒക്കെ ചെയ്യാനായിട്ട് 1-2 ബ്രഷ് എടുത്തിട്ടുള്ളൂ. ഇതിന്റെ ഐലൈനർ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഐലൈനർ ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ല പിഗ്മെന്റേഷൻ ഉണ്ട്. ഷ്രയോൺ കോസ്മെറ്റിക്സിലെ അതിൻ്റെയാണ് കേട്ടോ. ഇതെനിക്ക് അന്നൊരു കൊളാബറേഷൻ ആയിട്ട് കിട്ടിയതാണ്. മീൻസ് പെയ്ഡ് കൊളാബറേഷൻ അല്ല, നമുക്ക് പ്രോഡക്റ്റ് തരുമ്പോഴത്തേക്കും നമ്മൾ അതിനെപ്പറ്റി റെഡി ചെയ്യാം, നല്ലതോ മോശം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ കിട്ടിയതാണ്. എനിക്കിതിട്ട് നല്ല ഇഷ്ടമായി ഈ പ്രോഡക്റ്റ്. അപ്പോൾ ഇതാണ് ഞാൻ കൊണ്ടു നടക്കുന്നത്. കാരണം ഇത് നമ്മുടെ ഫംഗ്ഷന് ഇപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത് വേണമല്ലോ, അപ്പോൾ അതിന് യൂസ്ഫുൾ ആണ്. പിന്നെ ഇതിന്റെ പാക്കേജിങ് അടിപൊളിയാണ്. നെക്സ്റ്റ് ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് ലാക്മിയുടെ പീച്ച് മിൽക്ക് മോയ്സ്ചറൈസർ. ഇത് എനിക്ക് കൊണ്ടു നടക്കാൻ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്, കാരണം മെലിഞ്ഞൊരു കുഞ്ഞു കുപ്പിയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തിന് കൊണ്ടില്ലെങ്കിൽ നമുക്ക് മാറ്റി വയ്ക്കാനായിട്ടും നല്ലതാണ്, കാരണം ഇതിന്റെ പാക്കേജിംഗ് ഒക്കെ സ്റ്റഡിയാണ്. ഇത് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. നെക്സ്റ്റ് മാൾസിന്റെ ഇലുമിനേറ്റിംഗ് പ്രൈമർ ആണ്. ഇത് ടെക് ഗ്ലോവി ഇലുമിനേറ്റിംഗ് പ്രൈമർ ആണ്. എനിക്ക് ഇഷ്ടം, കാരണം ഇത് ഒരു സ്മൂത്ത് ക്യാൻവാസ് പ്ലസ് ഹൈലൈറ്റിംഗ് എഫക്റ്റ് വരും. അതുകൊണ്ടാണ്. എക്സ്പെൻസീവും അല്ല, എനിക്കിത് ഇഷ്ടമാണ്. നെക്സ്റ്റ് ഒരു ലിപ്സ്റ്റിക്, ന്യൂഡ് ലിപ്സ്റ്റിക് ആണ്. മൈഗ്ലാമിന്റെ ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡ് നമ്പർ ഗുഡ് വൈബ്സ്. കണ്ടോ, ന്യൂഡ് ഷെയ്ഡാണ്, പിങ്കിഷ് ന്യൂഡാണ്. ഒരു പീച്ചിഷ് അല്ല, നല്ലൊരു പിങ്കിഷ് ടിൻ്റുള്ള ന്യൂഡാണ്. പിങ്കിഷ് ന്യൂഡ് ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമാകത്തുള്ളൂ. നെക്സ്റ്റ് ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്, എൻവൈബെ മാറ്റ് ഫിനിഷ് സെറ്റിംഗ് സ്പ്രേ. കാരണം ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഭയങ്കര അടിപൊളി എന്ന് പറയത്തില്ല, പക്ഷെ പ്രൈസ് റേഞ്ച് കുഞ്ഞു ബോട്ടിൽ എന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും എനിക്കിതാണ് കൊണ്ടു നടക്കാൻ ഇഷ്ടം. പിന്നെ മെബിലിന്റെ ഫിറ്റ് മി കൺസീലർ ഇൻ ദ ഷെയ്ഡ് 25. ലോറിയലിന്റെ മസ്കാര, ലോറിയലിന്റെ വോൾമിനസ് ലാഷ് പാരഡൈസ് മസ്കാര. ഇത് നല്ല ഇതാണ് മസ്കാര ആയിട്ട് അപ്ലൈ ചെയ്യാൻ. പക്ഷെ എനിക്കൊരു ഡിഫിക്കൽട്ടി തോന്നിയിട്ടുള്ളത് റിമൂവ് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. പക്ഷെ എങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ അടിപൊളിയാണ്. എന്നാലും എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടമായിട്ടുള്ള മസ്കാര വേറെ ഉണ്ട്, എസൻസിന്റെ കേട്ടോ. ഇത് പ്രൈസും കൂടുതലാണ്, എനിക്ക് എസൻസിനേക്കാൾ ഇഷ്ടമായില്ല. പിന്നെ നൈക്കയുടെ ഈ ഫൗണ്ടേഷൻ, ഇത് ഓൾ ഡേ മാറ്റ് ഫൗണ്ടേഷൻ ആണ്. ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് ഏകദേശം പ്രശ്നങ്ങൾ കവർ ചെയ്യും. ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് അല്ല, ഒരു 7-8 മണിക്കൂറൊക്കെ ലാസ്റ്റിംഗ് ആണ്. ഇത് ഓൾറെഡി സ്പെഷ്യലായിട്ട് റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇത് ആണ് ഒരു പ്രോഡക്റ്റ്. 3 ബ്രഷ്. ഇതെന്തിന്? ഇത് പൗഡർ അപ്ലൈ ചെയ്യാൻ. പക്ഷെ പൗഡർ അപ്ലൈ ചെയ്യാൻ വേറൊരു സാധനം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, കാണിച്ചു തരാം. പിന്നെ ഇത് കുഞ്ഞ് ഐഷാഡോ ബ്രഷ്. കണ്ടോ, കുഞ്ഞ് ഐഷാഡോ ബ്രഷ്. ജസ്റ്റ് ഇങ്ങനെ ഐഷാഡോ പാക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഇന്നർ കോർണർ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഈ ആംഗിൾ ബ്രഷ് നമുക്ക് ഐബ്രോ ഫിൽ ചെയ്യാൻ യൂസ് ചെയ്യാം. പിന്നെ ഐഷാഡോ വെച്ച് ഐലൈനർ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബ്രഷ് കാറ്റഗറിയിലുള്ളത്. വേറെ ഇനി ബ്രഷ് ഇല്ല ഇതിൻ്റെ അകത്ത്. പിന്നെ ഐഷാഡോ പാലറ്റ് നിങ്ങളിത് ഓൾറെഡി പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇതെന്റെ ഫേവറേറ്റ് ആകാൻ കാരണം പിഗ്മെന്റേഷൻ ആണ് ഒന്ന്, പിന്നെ പ്രൈസ് റേഞ്ച് ആണ് ഒന്ന്, പിന്നെ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് വെച്ച് നമുക്ക് ഐബ്രോ ഫിൽ ചെയ്യാം,
അല്ലാണ്ട് നമുക്ക് ഐലൈനർ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ന്യൂഡ് ഷെയ്ഡാണുള്ളത്. ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, ലൈറ്റ് ബ്രൗൺ ഒക്കെ ഉണ്ട്, പല ടൈപ്പ് ബ്രൗൺ ഉണ്ട്. പിന്നെ നമുക്ക് ഷിമർ ഷെയ്ഡ് അവൈലബിൾ ആണ്. ഒരു ന്യൂട്രൽ ലുക്കൊക്കെ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. പിന്നെ നിങ്ങൾ ഓൾറെഡി പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, ഞാനിത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഹാസിന്റെ മേക്കപ്പ് റിമൂവർ ആണ്. ഇതൊരു സ്പെഷ്യൽ ഫോമിലൊക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നന്നായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്യുകയും ചെയ്യും. പിന്നെ മൈഗ്ലാമിന്റെ കോണ്ടൂർ സ്റ്റിക്ക് ആണ്. ഇത് കോണ്ടൂർ അല്ല, ഫൗണ്ടേഷൻ ആണ്. ഡാർക്ക് ഷെയ്ഡ് ഞാൻ കോണ്ടൂറിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇതെനിക്ക് ഇഷ്ടമാണ്, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും. ഭയങ്കര പിഗ്മെന്റേഷൻ അല്ല. ഒരു ഫൗണ്ടേഷൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു പിഗ്മെന്റേഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ അല്ലാണ്ട് നമുക്ക് കോണ്ടൂർ ഒക്കെ ചെയ്യാനായിട്ട് അടിപൊളിയാണ്. പിന്നെ മാമ-എർത്തിന്റെ ഒരു ലിപ് ബാം ആണ്. ഇതിന്റെ ഫേവറേറ്റ് ഒന്നുമില്ല, പക്ഷെ പിഗ്മെന്റേഷൻ ഉള്ളത് കൊണ്ടും കൊണ്ട് നടക്കാൻ ഈസി ആയതുകൊണ്ടും യൂസ് ചെയ്യുന്നു. പിന്നെ മാൾസിന്റെ ഒരു ലിപ് ലൈനർ ആണ്. ഈ ലിപ് ലൈനർ സെറ്റിൽ നിന്ന് വന്ന ഒരു റെഡ് അല്ല മെറൂൺ ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ന്യൂഡിന് നമുക്ക് യൂസ് ചെയ്യാം, റെഡിന് യൂസ് ചെയ്യാം. ഒരു മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഷെയ്ഡാണ്. അതെല്ലാം വരയ്ക്കുമല്ലേ, കണ്ടോ? നമുക്ക് ന്യൂഡിന് വേണ്ടിയിട്ടും ലൈൻ ചെയ്യാൻ യൂസ് ചെയ്യാം, റെഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഒരു ബ്ലഷ് ആണ്, എൽഐബിയുടെ ബ്ലഷ് ആണ്. ഇത് അപ്ലൈ ചെയ്യാൻ ഈസിയാണ്, പിന്നെ കൊണ്ടു നടക്കാൻ ഈസിയാണ്. ഇത് പൊട്ടിപ്പോകുന്ന പേടി അങ്ങനെയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇതെനിക്ക് ഇതിന്റെ ഈ ഷെയ്ഡും ഇഷ്ടമാണ്. ഈ ഷെയ്ഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓൾറെഡി. അതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് ഇഷ്ടമാണ്. ഇതിന്റെ ഷെയ്ഡ് നെയിം മെറി മെറൂൺ. പക്ഷെ ഇതൊരു മെറൂൺ ആയിട്ട് കാണത്തില്ല കേട്ടോ, ഒരു പീച്ച് ടിന്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ആണ്. ഇത് കുഞ്ഞു ബ്ലെൻഡർ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒക്കെ അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്, ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ വേറൊരു സാധനം, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇത് കണ്ടോ, ക്ലോസ് കാണിച്ചു തരാം. ഇതിന്റെ ഈ സൈഡ് നമ്മുടെ മേക്കപ്പ് സ്പഞ്ച് ഇല്ല, അതിന്റെ ഒരു ടെക്സ്ചറാണ് ഈ സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നോർമലി വരുന്ന ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ നോർമലി വരുന്ന ഒരു ടെക്സ്ചറാണ്. ഈ ഭാഗം ഒരു സ്പഞ്ച് ടൈപ്പ് ആണ്. അതുകൊണ്ട് നമുക്കിത് പൗഡർ അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും, കൺസീലർ അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് ടൈം എടുക്കുന്നത് വെച്ച് അപ്ലൈ ചെയ്താൽ, പക്ഷേ ഇതിങ്ങനെ കൈയൊക്കെ കടത്തിയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. എനിക്കിത് ഞാൻ കാണിച്ചു തരാം. എനിക്കിത് ഇങ്ങനെയാണ് കിട്ടിയത്. 4 ഒരു പാക്കറ്റ് ആയിരുന്നു. ഇത് ഒന്ന് ഓൾറെഡി യൂസ് ചെയ്തു, എനിക്ക് നല്ല ഇഷ്ടമായി. 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ ഈ പാക്കറ്റിന്. ഓപ്പൺ സ്റ്റോറിൽ നിന്ന് കിട്ടിയതാണ്. ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് കിട്ടിയത് നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഈ കൺസീലർ ഒക്കെ ബ്ലെൻഡ് ചെയ്യാനും, പിന്നെ അണ്ടർ ഐസിന് ഇവിടെ നമുക്ക് ഈ പൗഡർ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാനേ, അതിനൊക്കെ ഇത് ഈസിയാണ്. ഇങ്ങനെ നമുക്ക് കോർണറിന്റെ അവിടെയൊക്കെ അപ്ലൈ ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണിത്. ഇത് കിട്ടുന്നെങ്കിൽ വാങ്ങിച്ചു കേട്ടോ. ഇങ്ങനെ ഈ സൂത്രം മനസ്സിലായില്ലേ? ഈ ഭാഗം ഒരു സ്പഞ്ചിന്റെ ടെക്സ്ചർ പോലെ ആയിരിക്കും, സ്പഞ്ചിന്റെ പോലത്തെ, മനസ്സിലായോ? കാണുന്നെങ്കിൽ വാങ്ങിച്ചു. പിന്നെ കുറച്ച് മേക്കപ്പ് റിമൂവ് ചെയ്യാനുള്ള പാഡ്സ്. ഇത് കോട്ടൺ പാഡ്സ് എന്ന് പറയാൻ പറ്റില്ല. ഞാനിത് മിനിസോന്ന് ഓൾറെഡി എനിക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഫേവറേറ്റ് ഉണ്ടല്ലോ, അതല്ലാണ്ട് വേറൊന്ന് വാങ്ങിച്ചു നോക്കിയാൽ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. എന്തായാലും ഞാനിത് എടുത്തിട്ടുണ്ട്. യൂസ് ചെയ്യും വാങ്ങിച്ചു പോയതുകൊണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടില്ല ഇത്. അപ്പോൾ പൗച്ച് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ മേക്കപ്പ് പൗച്ചിലുള്ള പ്രോഡക്ട്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. കീപ് സ്മൈലിംഗ്, ബി ഹാപ്പി, ബൈ.